നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയേറ്റ് വാങ്ങിയ CPM-ഉം ഇടതുമുന്നണിയുമൊക്കെ ഇനി എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതെന്നും ആലോചിച്ച് തല പുണ്ണാക്കുകയാണ്. കാരണം എന്തു മാറ്റങ്ങളാണ് ഇനി മന്ത്രിസഭയിൽ ഉണ്ടാക്കേണ്ടത്, എന്തു മാറ്റങ്ങളാണ് പാർട്ടിക്കകത്തുണ്ടാക്കേണ്ടത്, എന്തു മാറ്റമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രീതികളാണ് ജനങ്ങളോട് പിന്തുടരേണ്ടത്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് മന്ത്രിമാരുടെ മാറ്റമായിരിക്കും. ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലിനെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറ്റിയിട്ട് മുഖംബനിക്ക് ഭരണവിരുദ്ധ വികാരത്തിന് തടയിടാനുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അതുപോലെ മന്ത്രി രാധാകൃഷ്ണന് പകരക്കാരൻ ചുമതലയേൽക്കുമ്പോൾ അഴിച്ചുപണിക്കുള്ള ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. തിരുത്തൽ ധനമന്ത്രിയിൽ ഒരുങ്ങിയേക്കുമെങ്കിലും സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ജനവികാരം ശമിപ്പിക്കുവാനുള്ള തിരുത്തൽ നടപടികൾ ധനമന്ത്രി KN ബാലഗോപാലിനെ ബലി കൊടുത്ത് അവസാനിപ്പിക്കുവാനുള്ള ആലോചന നടക്കുന്നു. സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിന് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെന്ന പുതിയ കണ്ടെത്തൽ, ഇതൊക്കെ എല്ലാം ധനമന്ത്രിയുടെ ചുമലിൽ ചാരി തടിയുരുവാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത്. കാരണം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയും ഇത് കാരണം ക്ഷേമ പെൻഷനുകളും ശമ്പളവും ഉൾപ്പെടെ വൈകിയതുമാണ് ഭരണവിരുദ്ധ വികാരം സൃഷ്ടിച്ചത് എന്ന ചില ഇടത് കേന്ദ്രങ്ങളുടെ വിമർശനം ധനമന്ത്രിയെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള സൂചനകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മന്ത്രി രാധാകൃഷ്ണൻ്റെ ഒഴിവിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമ്പോൾ ധനമന്ത്രിയെ മാറ്റി നിയമിച്ച് നേരിയ തോതിലുള്ള ഒരു അഴിച്ചുപണിയോടെ മുഖംബനിക്ക് തിരിച്ചു വരാമെന്നതാണ് പുതിയ തന്ത്രം ഇടതുമുന്നണിയുടെ. ധനമന്ത്രിയെ പുറത്താക്കാതെ വകുപ്പ് മാറ്റത്തിൽ നടപടി ചിലപ്പോൾ ഒതുങ്ങിയേക്കാം. ഇതോടെ ഒരു തിരുത്തൽ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനത്തിന് അറുതി വരുത്താമെന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. ലോക കേരള സഭയുടെ സമാപന ശേഷമായിരിക്കും മന്ത്രി രാധാകൃഷ്ണൻ്റെ രാജി. അദ്ദേഹത്തിന് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത വഴി. OR കേളുവായിരിക്കും അതിന് പകരക്കാരനായിട്ട് എത്താൻ പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ സമൂലമായിട്ടൊരു മാറ്റമുണ്ടാകാൻ പോകുന്നു. CPM-നുള്ളിൽ നിന്നുകൊണ്ട് അത്തരത്തിലൊരു മാറ്റമുണ്ടാക്കുവാൻ പറഞ്ഞാൽ അവിടുത്തെ ഇടപെടലുകൾ എന്ന് പറയപ്പെടുന്നത് മാറേണ്ടി വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമായിരിക്കും. അങ്ങനെ വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് പാർട്ടി പറഞ്ഞാൽ മാറി നിൽക്കേണ്ടി വരും ഏത് മുഖ്യനും ഏത് പിണറായിയും. അവിടെ തനിക്ക് പിൻബലമുണ്ട്, ആൾബലമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. പാർട്ടി തീരുമാനമാണ് അനുസരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കാൻ നട്ടലുള്ള ഏതെങ്കിലും ഒരു സെക്രട്ടറി അല്ലെങ്കിൽ ഇപ്പോഴുള്ള സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ ഒരു നട്ടലുണ്ടോ? പിണറായിയുടെ വിടുവേല ചെയ്യുന്ന MP ഗോവിന്ദനും MP ജയരാജനുമൊക്കെ എപ്പോഴും പിണറായിയോടൊപ്പം ഇങ്ങനെ കാലുനക്കികളായി കൂടെ നിൽക്കുന്നു എന്നല്ലാതെ ബാക്കി ആർക്കും, അതായത് ഇപ്പോൾ KK ശൈലജയാണെങ്കിലും ഇളമരം കരീമാണെങ്കിലും G സുധാകരനാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനാണെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി മാറണമെന്നുള്ള കൃത്യമായ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിർദ്ദേശത്തിന് പകരമായി എന്തെങ്കിലും ചെയ്യാൻ പാർട്ടിക്ക് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ വലിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ധനമന്ത്രി KN ബാലഗോപാലിനെ മാത്രം മാറ്റിയതൊരു കാര്യമായില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ മെച്ചപ്പെട്ടാൽ മാത്രമേ ഈ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നൊരു ധാരണയിലേക്ക് ധനമന്ത്രിയെ ബലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ 6-8 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നുവെങ്കിൽ വോട്ട് കിട്ടുമെന്നുള്ള തോന്നൽ വെറുതെയാണ്, അത് വൃഥാവിലാണ്. കാരണം നിങ്ങളുടെ ഭരണത്തെ ഇവിടുത്തെ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് മുഖം മിനുക്കാൻ കഴിയണമെങ്കിൽ KK ശൈലജയെ കൊണ്ടുവരണം. ഈ പിണറായി വിജയൻ രാജിവെക്കണം. KK ശൈലജയെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിപ്പിക്കണം. ആദ്യമായി അങ്ങനെ ഒരു വനിതാ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ ഉണ്ടാകട്ടെ. ആ വനിതാ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഇനി വരുന്ന ബാക്കിയുള്ള ശിഷ്ടകാലം ഇടതുപക്ഷം ഭരിക്കട്ടെ. അങ്ങനെ KK ശൈലജയ്ക്ക് ഭരിക്കാൻ കഴിയുമെന്ന് തെളിയിക്കട്ടെ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ജനകീയ മുഖമായിരുന്ന ആ വ്യക്തിത്വത്തെ വടകരയിൽ കൊണ്ടു നിർത്തി തോൽപ്പിച്ചപ്പോൾ എന്ത് നേടി പിണറായി വിജയൻ എന്നുകൂടി പറയുക. ജനപ്രിയതയില്ലാത്ത നേതാവാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള പിണറായിയുടെ ശ്രമം പാളുകയാണ്. ഇവിടെ പാർട്ടിക്കുള്ളിൽ പടയൊരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ രാജിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ രാജിവെച്ച് മുഖം മിനുക്കൽ നടത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമായി മാറുകയാണ് എങ്കിൽ പിണറായി വിജയൻ രാജിവെക്കട്ടെ. പകരം പിണറായി വിജയന് പകരം വരേണ്ടത് KK ശൈലജ മുഖ്യമന്ത്രിയാകട്ടെ. ബാക്കിയുള്ള എത്രയോ മന്ത്രിമാരുണ്ട്, പരിണിതപ്രജ്ഞരായ പലരെയും തിരിച്ചു കൊണ്ടുവരട്ടെ. KN ബാലഗോപാൽ മാറി പുതിയ മന്ത്രിമാരുണ്ടാകട്ടെ. ഒപ്പം തന്നെ വീണ ജോർജ് അടക്കമുള്ളവർക്ക് മാറ്റം പറ്റാൻ പോകുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അങ്ങനെ വലിയ മാറ്റം ഈ വരുന്ന രാധാകൃഷ്ണൻ മന്ത്രി രാജിവെക്കുന്നതോടു കൂടി ഉണ്ടാകുന്നു. പുതിയ മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. അപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വിമർശനങ്ങൾ കേട്ടുകൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഇനി എത്ര കാലം ഇങ്ങനെ പോകാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റം, വലിയൊരു മുഖം മിനുക്കൽ നടത്താനാണ് പാർട്ടി ശ്രമിക്കുന്നത് എങ്കിൽ മുഖ്യമന്ത്രി അടക്കം മാറ്റിക്കൊണ്ടുള്ള ഒരു മാറ്റത്തിനായിരിക്കണം പാർട്ടി ശ്രമിക്കേണ്ടതെങ്കിൽ മാത്രമേ ഇടതുമുന്നണിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ.